Judges? Yes, Paru. പാറു, my dear darling. Yes, ചേച്ചി. പാറുന്റെ ആങ്കറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊട്ടും ഇഷ്ടമല്ല. അടുത്തത് ആരാണ് പാടാൻ വരുന്നത്? അടുത്തത് ആരാണ് പാടാൻ വരുന്നതെന്നുള്ളതൊന്ന് മാറ്റി വെക്കാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, പറയൂ. ജഡ്ജസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനിങ്ങനെ പ്രത്യേകത പറയുന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര പ്രത്യേകത ആയിരിക്കണമല്ലോ. ഇന്ന് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരി. അടിപൊളി, നല്ല കിടിലൻ മെലഡി ആയിക്കോട്ടെ, ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകളും എല്ലാ പാട്ടുകളും ആ കൈകളിൽ ഭദ്രം. മനസ്സിലായെന്ന് തോന്നുന്നു. സുജാത ചേച്ചി, അപ്പൊ ഇന്ന് നമ്മുടെ സുജാത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ വിഷ് ചെയ്യണ്ടേ? പിന്നെ നമുക്ക് എനിക്കൊരു ആഗ്രഹം, എപ്പോഴും ഇങ്ങനെ സുജാത ചേച്ചിയുടെ കാര്യം കൂടെ പറയാറുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്ക് ഡൗട്ടും ചോദിക്കും, ചേച്ചി ഇത് എങ്ങനെയാണോ എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ ഡൗട്ടും ചോദിക്കാറുണ്ട്. ചേച്ചിനെ ഒന്ന് വിളിച്ചു തരുമോ? നോക്കട്ടെ ചേച്ചി. ചേച്ചി ചേച്ചി അല്ല, ഞാൻ സ്പീക്കർ ഫോണിൽ ഇടുകയാണ് ചേച്ചി. അവിടെ തെറിയൊന്നും പറയരുത്, അതുകൊണ്ട് ചീത്ത ഒന്നും പറയല്ലേ ചേച്ചി. ഹലോ. ഹായ് ചേച്ചി. ഹായ്, ഇതാരാണ്? പാറു. ചേച്ചി, ഐ എം ഗുഡ് ചേച്ചി. ഞങ്ങൾ എല്ലാരും കൂടെ ഇപ്പൊ ഒരു കാര്യം പറയാൻ പോവാണ്. ശരിക്കും കേട്ടൂടാ, എവിടെ ഒരു എക്കോ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ചേച്ചി, അത് ഞങ്ങൾക്കും കേട്ടൂടാ ഇവള് പറയുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുക ചേച്ചി. എന്തായാലും നമുക്ക് പറയാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. അവിടെ ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണോ? ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുവാണ്. ചേച്ചി ഇങ്ങോട്ട് വരാൻ പറ. അതാരാണ്? മഞ്ജരിയാണ്. അത് മഞ്ജരി, എന്റെ അടുത്തിരിക്കുന്നു മഞ്ജരി. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഷാനുണ്ടാ? ഉണ്ട്, തൊട്ടടുത്തതാ. എടി സുജാതേ, ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖം? സുഖായിട്ടിരിക്കണോ? ശ്രീകുട്ടനുണ്ടാ? പിന്നെ ഉണ്ടോ? ഒരു മിനിറ്റ്. സുജു എന്താണ്, പൊളിക്കാണല്ലോ. പിന്നെ സുജു ഹാപ്പി ബർത്ത്ഡേ. എന്താണ് പരിപാടി ഇന്ന്? എന്താ പരിപാടി? ഒരു ബിരിയാണിയൊക്കെ കഴിക്കുക. ഓഹോ, നമ്മുടെ മുതലാളി എവിടെ ഉണ്ട്? മോഹൻജി മുതലാളി ഇപ്പൊ വരും, വെളിയിൽ പോയൊക്കെ ഇപ്പൊ വരുള്ളൂ. ഓക്കെ, ഒരുപാട് ഓർമ്മകൾ. അത് എത്ര നിങ്ങൾ രസമാണ്, എന്ത് രസമാണ് അവിടെ കണ്ടിട്ട് കൊതി വരും. അവിടെ വരൂ, ഒരു ദിവസം വരൂ, ഒരു ദിവസം വരൂ. വരാം. ഏറ്റവും ചളിയുള്ള ദിവസം ഞാൻ വരാം. അപ്പൊ സുജു, ബർത്ത്ഡേക്ക് വേണ്ടിട്ടേ ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിയിലെത്താൻ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിയിലെത്താമ്പാളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക. താങ്ക് യു. ഒരുപാട് വർഷം സന്തോഷമായിട്ട് അങ്ങനെ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവിടെ എല്ലാവർക്കും എന്റെ താങ്ക്സ്. ആ പാടുന്ന എല്ലാ കുട്ടികൾക്കും. ഇത് സീനിയേഴ്സ് അല്ലേ ഇപ്പൊ പോകുന്നത്? അതെ ചേച്ചി, സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ്. പാടുന്ന കുട്ടികൾക്കും എന്റെ വിഷസ്. ഇവരൊക്കെ പാവങ്ങളാണ് കേട്ടോ ജഡ്ജസ്, കാര്യമൊന്നുമില്ല. അതില് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഷാനേ ഉള്ളൂ. എങ്ങനെയാ സുജു ഇത്ര കറക്റ്റ് ആയിട്ട് പിടിച്ചത്? ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പൊ ശരി, എൻജോയ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ എല്ലാവരോടും. ഓർക്കസ്ട്രയുടെ വക ഹോൾ ക്രൂ, പിന്നെ നമ്മുടെ പിള്ളേര്, പാറു, ജഡ്ജസ് എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ. ലവ് യു ചേച്ചി. ലവ് യു.
MG sir, ഓ ചേച്ചിയായിട്ട് ഒന്നിച്ച് ഒരുപാട് റെക്കോർഡിങ്സ് ഉണ്ടായിട്ടല്ലോ സാർ, ഏതെങ്കിലും ഒരെണ്ണം? അതായത് സുജു ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൊച്ചിലെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് വന്ന് ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് പാടുന്ന എൻ്റെ ചേട്ടൻ്റെ പാട്ടാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഇതാണ് ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ സുജുവിനെ കാണുന്നത്. പിന്നെ പോയിട്ട് കുറച്ച് പാട്ടുകളൊക്കെ സിനിമയിൽ പാടി. അതിനുശേഷം സുജു വിവാഹിതയായി, ശ്വേതയ്ക്ക് ജന്മം കൊടുത്തു. അതിനുശേഷം സിനിമയെ പാടണമെന്ന് ആഗ്രഹമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ് കടത്തനാട് നമ്പാടി എന്നുള്ള സിനിമയിൽ ആദ്യമായിട്ട് ഞാനും സുജുവും കൂടെ ഒരു ഡ്യുവറ്റ് പാടുന്നത് പ്രസാദ് 70mm സ്റ്റുഡിയോയിൽ. അന്ന് അടുത്തടുത്ത് നിന്നാണ് പാടുന്നത്, ഇതുപോലെ ഇൻഡിവിജ്വലൊന്നുമില്ല. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേണ്ട ആ കളറുള്ള റോസ് സാരി ആയിരുന്നു കൊടുത്തിരുന്നത്. ആദ്യമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അന്ന് പാടിയ പാട്ടാണ്. നാളയന്തി മയങ്ങുമ്പോൾ രാവിലമ്പിളി പൂക്കുമ്പോൾ താമരക്കിളി പൂമരക്കിളി നിന്നെ കെട്ടാനാള് വരും, നിന്നെ കെട്ടാനാള് വരും. ഈ സോങ് അങ്ങനെയാണ്. പിന്നെ ദൂരക്കിഴക്ക് തെക്കിൻ എന്ന് വേണ്ട എത്രയോ പാട്ടുകൾ, എത്രയോ പാട്ടുകൾ, എത്ര. എനിക്ക് തോന്നുന്നു എനിക്ക് ചിത്രയെക്കാട്ടി കൂടുതൽ പാട്ട് ഞാൻ സുജുവിൻ്റെ കൂടെയാണ് ഞാൻ പാടിയത്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ സുജാത ചേച്ചി. അവ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഫ്ലോറിൽ ഒന്ന് വരിക. MG സാറ് നിറയെ ഡ്യുവറ്റ്സ് പാടിയിട്ടുണ്ട്. ഞാനും സുജാ ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. ലാലേട്ടന്റെ പരദേശി എന്ന് പറഞ്ഞ ചിത്രത്തില് ആനന്ദ കണ്ണീരൻ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം നമുക്ക് അവരുടെ കൂടെയൊക്കെ ഡ്യുവറ്റ്സ് പാടാൻ വളരെ ദുർലഭമല്ലേ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുന്നുള്ളൂ. ഫീമെയിൽ ഡ്യുവറ്റ്സ് വളരെ കുറവേ ഉള്ളൂ. അപ്പം ഡ്യുവറ്റ് വന്നപ്പോൾ അത് സുജാ ചേച്ചിയുടെ കൂടെ ആയത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒരു എനർജി അറിയാലോ. ആ പാട്ടിൽ നമ്മുടെ അമ്മയാണ് അഭിനയിച്ചിരിക്കുന്നത്, ശ്വേത. രണ്ടുപേരുണ്ട്, ലക്ഷ്മി ഗോപാൽ സ്വാമി ശ്വേതയുമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ശ്വേതയ്ക്ക് വേണ്ടി ഞാനാണ് പാടിയത്, ലക്ഷ്മിക്ക് വേണ്ടി സുജാ ചേച്ചിയാണ് പാടിയത്. അപ്പോൾ എനിക്കതും ഭയങ്കര ഒരു ഓർമ്മയാണ്. ഇതുവരെ ചേച്ചിയോട് ഞാനത് നേരിട്ട് പറഞ്ഞിട്ടില്ല. ആ സന്തോഷം ഞാനത് ഇന്ന് ഇവിടെ വെച്ച് പറയാം. ചേച്ചി ലവ് യു അലോട്ട്. പാറു, അതുപോലെ ഞാനും ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടില്ല. പക്ഷേ ചേച്ചിയായിട്ട് വളരെ അടുപ്പമുണ്ട്. ചേച്ചി പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു, ഞാൻ ചുമ്മാ ഈ പ്രാന്തന്മാരെ പോലെ പല ലെവലിൽ പാടുമായിരുന്നു. ഈ അന്തം വിട്ട് പാടുക, ഇത് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അതൊക്കെയാണ് ഇഷ്ടം. ശ്രുതിയൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പാടും. അപ്പോൾ അങ്ങനെ മോഹനേട്ടനും ചേച്ചിയും കൂടെ വന്നിരുന്നത് എത്രയോ ദിവസങ്ങൾ അങ്ങനെ, അതൊക്കെ അതിൻ്റെ ഓർമ്മ. പിന്നെ എനിക്ക് പവിത്രത്തിൽ പാടാൻ വരുമ്പോൾ ചേച്ചി ഞാൻ പറ, ചേച്ചി ഇതൊന്നും ഒരു പദാനിസ മപാദനിസ ഒന്ന് പാടിത്തരുമോ? ചേച്ചി പാടി. അടുത്ത എനിക്കിതാ ഈ ഒരു പദാനിസ ഇതാ ഇങ്ങനെ ഒന്ന് പാടുമോ? അതും പാടി. പിന്നെ അടുത്ത വേറൊരു പദാനിസ ശരത്തെ ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് ചേച്ചിക്ക് അത് മൂന്നും കൂടെ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. ചേച്ചി അയ്യോ എൻ്റെ ശരത്തു എന്ന് പറഞ്ഞ് ആ സോഫയിൽ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട്, അത് ഏതാന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീരാഗമോ തേടുന്നു നീ എന്നുള്ളതിൻ്റെ ഇടയിലുള്ള പദാനിസയാണ്. അതൊരു ഗ്രഹഭേദമാണല്ലോ. അത് ചേച്ചിയെ കൊണ്ട് പാടിച്ചത്. അത് പിന്നെ താളമയഞ്ഞു. പിന്നെ അണ്ണൻ്റെ കൂടെ വാലിന്മേൽ പോവും. അപ്പം അത് കുറേ രാവിൽ വീണാനാദം പോലെ കുറച്ച് പാട്ടേ ചേച്ചി പാടിയിട്ടുള്ളൂ. അപ്പം അത് കുറച്ച് പാടേ ഞാനും ചെയ്തിട്ടുള്ളൂ, അതുകൂടെ പറയാമല്ലോ. അപ്പോൾ അതൊരു പിന്നെ അതൊക്കെ അസാധ്യം. പിന്നെ ചേച്ചി ഒരു എന്താ പറയണ്ട ഒരു പറയാൻ പറ്റത്തില്ല. അത് എനിക്ക് ചേച്ചി കുറേ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക് മോഹനേട്ടനെ. അയ്യോ, ഒരു വണ്ടർഫുൾ പേഴ്സൺ. അത് മാത്രമല്ല പാറു, ചേച്ചി ഭയങ്കര പുതിയ തലമുറയൊക്കെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പം എൻ്റെ ഫസ്റ്റ് കോള് ചേച്ചിയാണ് എന്നെ വിളിച്ച് അഭിനന്ദിച്ചത്. ആ വോയിസ് ഡിഫറെൻറ്റ് വോയിസ് ആണ്, യുണീക്ക് വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഒരു എൻകറേജ്മെൻറ്റ്, ഒരു മോട്ടിവേഷൻ. എസ്പെഷ്യലി ഇത്തരത്തിലൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിളിച്ച് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്. അപ്പം ഞാൻ അധിക പാട്ടുകളൊന്നും പാടിയിട്ടുമില്ല ആ സമയത്ത്. അപ്പോൾ എന്നെ വിളിച്ച് എനിക്കൊരു വലിയൊരു അംഗീകാരമായിരുന്നു. ചേച്ചിയാണ് ആദ്യം വിളിച്ചത്. ചേച്ചിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗറാണ്, പക്ഷെ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ സൈഡിലിരിക്കുമ്പോൾ നമ്മളിൽ ഒരാളായിട്ട് ഇരുന്നിട്ട്
തമാശക്ക് ഇത്രയും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് വേറെ ഇല്ല. സുജാ ചേച്ചിന്റെ പാട്ടുകളും അതുപോലെ തന്നെ സുജാ ചേച്ചിന്റെ ചിരിയും ഭയങ്കര ഫേമസ് ആണ്. അതെ. ഇപ്പൊ എന്റെ രണ്ടാമത്തെ പടത്തിലാണ് ചേച്ചി പാടിയത്. മലർവാടി ആർട്സ് ക്ലബിലാണ് മംഗലം കൂടാൻ നമ്മളുണ്ട് ചങ്ങായി, അതിലാണ് ചേച്ചി പാടുന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചിയെക്കാളും കൂടുതൽ ശ്വേതയാണ് എനിക്ക് വേണ്ടിയിട്ട് പാടിയത്. ഇപ്പം നീലക്കണ്ണുള്ള മാനെ, കൊച്ചവ പോലെയുള്ളതൊക്കെ പാടിയിട്ടുണ്ട്. ചേച്ചി എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടാണ്, എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ ഇങ്ങനെ പോസിറ്റിവിറ്റി വാരി വിതറുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മുടെ എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി.